അത് ഔദ്യോഗികമായി ഏതെങ്കിലും രേഖയിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ദേവസ്വം ബെഞ്ചിന്റെ സിറ്റിംഗ് നടന്നത് ഓപ്പൺ കോർട്ടിൽ നമ്മൾ കാണുന്ന സിറ്റിംഗിന് അപ്പുറത്തേക്ക് അവർ രേഖാമൂലമല്ലാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പലവട്ടം ചർച്ചകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഉറപ്പായും ഈ തന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്ന കാര്യം ഈ പറയുന്ന ദേവസ്വം ബെഞ്ചിനെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട് ഇതിനിടയിൽ. ഇനി 19-നാണ് ഇടക്കാല റിപ്പോർട്ട് വീണ്ടും കൊടുക്കാൻ പോകുന്നത്. ആ സമയത്തായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉറപ്പായും ഉണ്ടാകും. ഇനിയിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോവുകയാണ്. അനുജ, ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ യഥേഷ്ടം കയറി ഇറങ്ങാനും അവിടെ മുഴുവൻ സ്ഥലങ്ങളിലും എത്താൻ കഴിഞ്ഞത് തന്ത്രി കണ്ഠരർ രാജീവരുടെ മൗനാനുവാദവും അല്ലെങ്കിൽ ആ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രക്ഷകർത്തൃ സ്ഥാനം അവിടെ തന്ത്രിക്കുള്ളത് കൊണ്ടും മാത്രമായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും, ഉറപ്പിക്കാൻ കഴിയും. അവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചു. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജകൾക്ക് അവസരമൊരുക്കി. ഇപ്പോൾ കർണാടകയിൽ ബംഗളൂരുവിലടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നത് തന്ത്രിയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഈ തന്ത്രി അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന താഴ്മൺ കുടുംബം അല്ലെങ്കിൽ താഴ്മൺ കുടുംബമാണ് ശബരിമലയിൽ താന്ത്രിക അവകാശമുള്ളത്. വലിയ മഹാരഥന്മാരായ താന്ത്രികർ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കുടുംബമാണ് മധ്യ കേരളത്തിലേത്. ശബരിമല മാത്രമല്ല, ഏറ്റുമാനൂർ പോലെ ചെങ്ങന്നൂർ പോലെയൊക്കെയുള്ള വലിയ മഹാക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശമുള്ള ഒരു കുടുംബമാണ്. അവിടുത്തെ തന്ത്രി ആണ് ഇപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു തന്ത്രിയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത് എന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള, യഥാർത്ഥത്തിൽ വിശ്വാസികളെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിൽ താന്ത്രിക വിദ്യ അതിൻ്റെ ചുമതല കണ്ഠരർ രാജീവർക്കല്ല, അവിടെ മഹേഷ് മോഹനർ, നേരത്തെ ഉണ്ടായിരുന്ന കണ്ഠരർ മോഹനരുടെ മകൻ മഹേഷ് മോഹനർക്കാണ് അവിടെ ഇപ്പോഴാ താന്ത്രിക ചുമതലയുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ള നടന്ന കാലത്ത് തന്ത്രി അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോൾ നേരത്തെ അവിടുത്തെ ശില്പി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് കുറെ കൂടി അടുത്ത് ഈ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. കുറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള റോള് തന്ത്രിക്ക് അവിടെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇനി SIT ആണ് അത് വിശദീകരിക്കേണ്ടത്, കോടതിയിൽ പറയേണ്ടത്. അവരുടെ റിപ്പോർട്ടിൽ അതുണ്ടാകും. ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ടിലൊക്കെ സ്വാഭാവികമായും അതുണ്ടാകും. കേവലം ഏതെങ്കിലും പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല SIT നീക്കം നടത്തുന്നതിന് അപ്പുറത്തേക്ക് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വളരെ ഗൗരവമുള്ള, അങ്ങേറ്റം സുപ്രധാന അറസ്റ്റ് തന്നെയാണ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.